പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാംനാഥ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതർ യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഏതർ യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്കൂട്ടറിൽ സ്റ്റാക്ക് 6 എന്ന് പറഞ്ഞൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റാക്ക് 6ൽ കുറേ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആപ്പിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന സ്റ്റാക്ക് 6 എന്നുള്ളൊരു അപ്ഡേറ്റ് വന്നിട്ട് തന്നെ കുറേ നാളായി. അപ്പോൾ ഇതിലുള്ള ഒരു ഫീച്ചറിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിലുള്ള ഫീച്ചർ എന്ന് പറയുന്നത് വോയിസ് അസിസ്റ്റൻ്റ് ആണ്. നമുക്കിപ്പോൾ സ്റ്റാക്ക് 6ൽ മൈനർ കുറച്ച് അപ്ഡേറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ വന്നപ്പോൾ ആപ്പ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. രണ്ടാമതൊരു സ്കൂട്ടറിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ വന്ന മാറ്റങ്ങളിൽ നമുക്ക് ചെറിയ ട്രാക്കിംഗ് ഫീച്ചേഴ്സും അതുപോലെ തന്നെ നമുക്ക് സ്കൂട്ടറിൻ്റെ സ്റ്റാറ്റസും സ്മാർട്ട് ഫീച്ചറായിട്ട് അറിയാൻ പറ്റും. സ്മാർട്ട് ഫീച്ചർ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയെന്നല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു സ്മാർട്ട് സ്പീക്കറായ ആമസോണിൻ്റെ ഇക്കോ ഡോട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ സ്കൂട്ടറിൻ്റെ കറക്റ്റ് റിയൽ ടൈം റേഞ്ച്, ചാർജ് എല്ലാം നമുക്ക് അറിയാൻ കഴിയും. ഓൾറെഡി സ്റ്റാക്ക് 6 വന്നതിന് കൂടെയാണ് ഈ പറഞ്ഞ വോയിസ് അസിസ്റ്റൻറ്റ് ഫീച്ചർ നമ്മുടെ ഏതർ ആപ്പിലും വന്നത്. സോ ആമസോൺ എക്കോ ഡോട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഇത് ഉപകാരമാകും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ആദ്യമായി ഏതറിൻ്റെ ആപ്പ് തുറക്കുക. ആപ്പ് തുറക്കുമ്പോഴത്തേക്കും നമ്മൾ പ്രൊഫൈലിൻ്റെ സൈഡിലേക്ക് പോവുക. ഏറ്റവും ഡൗണിൽ പ്രൊഫൈൽ എടുത്ത് കുറച്ച് സ്വൈപ്പ് അപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അവിടെ വോയിസ് അസിസ്റ്റന്റ് കാണാൻ പറ്റും. വോയിസ് അസിസ്റ്റന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആമസോൺ ഇക്കോയുടെ ഒരു പടം അവിടെ കാണും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വോയിസ് സെറ്റിംഗ്സ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ആമസോൺ എക്കോ ഡോട്ടിൻ്റെ ആപ്ലിക്കേഷൻ എന്തായാലും നമ്മളിത് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ഫോണിൽ കാണും. സോ ആ ആപ്പ് ഓപ്പൺ ചെയ്ത് അതിനുള്ളിൽ ഏതറിൻ്റെ സ്കില്ല് ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം നമുക്ക് റിയൽ ടൈം ആക്സസ് ആയിരിക്കും. ദാറ്റ് മീൻസ് നമ്മുടെ സ്കൂട്ടറും ഈ അലക്സയും കണക്റ്റഡ് ആയിരിക്കും. സോ നമുക്ക് എപ്പോഴും വേണോ അലക്സയോട് ചോദിച്ചിട്ട് നമ്മുടെ സ്കൂട്ടറിൻ്റെ റിയൽ ടൈം റേഞ്ചും അതുപോലെ തന്നെ ബാക്കിയുള്ള സ്റ്റേറ്റസും അറിയാൻ സാധിക്കും. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇതാണ് നമുക്ക് അലക്സയോട് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ്. ഇത് ആപ്പിലുള്ള ഒരു സ്ക്രീൻഷോട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലുള്ള ക്വസ്റ്റ്യൻസിൽ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് അങ്ങോട്ട് ചോദിച്ചു നോക്കാം. ഓൾറെഡി ഇന്ത്യയിൽ എക്കോ ഡോട്ട് ഉണ്ട്. അത് കണക്റ്റഡ് ആണ് എൻ്റെ സ്കൂട്ടറുമായിട്ട്. അതുകൊണ്ടാണ് ഞാൻ അത് കണക്ട് ചെയ്യുന്നത് കാണിച്ചു തരാത്ത. ഇക്കോ ഡോട്ട് ഉള്ളവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇക്കോ ഡോട്ട് ഉള്ളവർക്ക് ഇതിനെക്കുറിച്ച് അറിയായിരിക്കും. ആമസോണിൻ്റെ ആപ്പ് യൂസ് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. സോ നമ്മളിതാ കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചു നോക്കാം. അലക്സ, ആസ്ക് മൈ സ്കൂട്ടർ ഫോർ ഹൗ മച്ച് റേഞ്ച് ഈസ് ലെഫ്റ്റ്. Your scooter has 89.27% charge with 58.0 km range in your mode. Alexa, what's the charge in my scooter? Your scooter has 89.27% charge with 58.0 km range in your mode. അതാണ് ഈ ആപ്പിനുള്ളിലെ വോയിസ് അസിസ്റ്റന്റ് എന്നുള്ളൊരു ഫീച്ചർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഫോളോയും ചെയ്തിട്ട് പോവുക. മറ്റൊരു അറിവുമായിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ രാംനാഥ് സൈനിങ് ഔട്ട്.